പുതപ്പ് കമ്പിളിപ്പുതപ്പ്. ചേച്ചി പുതപ്പ് വേണോ? നല്ല കമ്പിളിപ്പുതപ്പുണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. വേണോ? എന്ത് പുതപ്പാ? വേണ്ട വേണ്ട, പുതപ്പ് ഇവിടെ ഉണ്ട്. പുതപ്പും ബിരിയാണി ഇഷ്ടം പോലെ ഉണ്ട്. ഇല്ല നമ്മള് വാങ്ങിയേക്ക്. വേണ്ട, നിങ്ങള് പോട്. പുതപ്പ്, ബെഡ്ഷീറ്റ്, കമ്പിളിപ്പുതപ്പ്, പുതപ്പ്. ചേച്ചി ഇവിടെ പുതപ്പ് വേണോ? പുതപ്പോ? നിങ്ങൾ എന്തായാലും അങ്ങോട്ട് നടക്ക്, നോക്കാലോ. എങ്ങനെയല്ല വിലയെല്ലാം നോക്കാട്ടെ. നിങ്ങൾ അങ്ങോട്ട് നടക്ക്. ഇതിന് എങ്ങനെയാ പൈസ? ഇത് ഒന്നിച്ച് ഇതിന് മാത്രം ഒന്നിന് 900. ആ ഒന്നിന്. ഷീബേജി, നിങ്ങക്ക് പുതപ്പ് വേണോ? ഇങ്ങോട്ടൊന്ന് വാ. ആ, ഞാൻ നലിജിയെ വിളിച്ചേ. പുതപ്പ് വേണോന്നാ? ഇനി വാങ്ങുന്നുണ്ട്. എന്നാ ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. എനിക്ക് വേണ്ട എന്തായാലും. അവള് വാങ്ങുന്നാരൊന്നും എനിക്ക് വാങ്ങാലോ. ഇത് നല്ല പുതപ്പാ, നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല? നോക്കി നോക്ക്. ഇതാ ഇനി വാങ്ങിയത്? ഇതിനെത്ര റുപ്യ കൊടുത്തത്? ഇത് നല്ല ഒന്നായി, നല്ല കട്ടി ഉണ്ടായിരുന്നു. ഇങ്ങനെ തന്നെയുണ്ട് ഇതിൻ്റെ ഉള്ളില്. എത്ര പൈസ ഇതിനൊക്കെ വരുന്നത്? ഇതിന് 300. ഇത് രണ്ടിന് 300 ഇതിനെല്ലാം 250. ഇതാ ഈ അടിയിലോട്ടുള്ളതിനൊക്കെ 250, 250. നിങ്ങൾ എടുക്കുന്നുണ്ടോ? ഇത് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഇതെന്തായാലും എടുക്കണം. ആ, ഇതെന്തായാലും എടുക്കുന്നുണ്ട്. ഇതിപ്പോ നിങ്ങൾ 100 റുപ്യ തരണം ഞങ്ങക്ക്. അല്ല, നിങ്ങൾ ഇതിനെത്ര പറഞ്ഞ? 300. ഇതിന് 300. ഇതൊക്കെ 250 ഒക്കെയാ. ഇതെന്തൊരു വിലയായത്? നിങ്ങളൊരു കാര്യം ചെയ്യും, 200 തരുമോ? ഇതൊക്കെ ഞാൻ എടുക്കും. മറ്റേത് 150. ഇത് 200 തരുക വെച്ചാൽ ഞാളിപ്പോ മൊത്തമായിട്ട് എടുക്കും അല്ലേ? ആ, അതാ നല്ലേ. ചേച്ചി 300 റുപ്യാണ് സാധനം 200 തരാൻ ഒക്കെയല്ല. ഇത് ലേശം. ഇതൊക്കെ നല്ല കട്ടിയുള്ള സാധനമാണ്. ഇതിപ്പോ എങ്ങനെയാലും 250 റുപ്യ തന്നാ ഞാൻ റെഡി. ഇതെല്ലാം കൂടി മൊത്തം 1500 റുപ്യക്ക് എടുത്തോ. അങ്ങനെയാക്കുന്നോ? എന്നാ ഒരു കാര്യം ചെയ്യാം ഷീബേച്ചി, നമുക്ക് 1300 അങ്ങ് എടുക്കത് മൊത്തം അല്ലേ? ആ, മൊത്തം 1300 ഒന്നും ഒക്കുകയല്ല ചേച്ചിയെ. 1300 വിറ്റാ എനിക്ക് നഷ്ടാ. ഇതിപ്പോ എല്ലാം കൂടി 2500 റുപ്യാണ് സാധനം ഉണ്ട്. ഞാൻ പിന്നെ നടന്ന് ക്ഷീണിച്ചോണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം കൂടി 1500 തരിക. 1500 ഒരു റുപ്യ കുറയല്ല. അല്ലേ? 1500 നമുക്കെല്ലാം കൂടി അങ്ങ് എടുക്കാം. ഇത്ര പുറത്തില്ലേ? അതുകൊണ്ട് 6 ഇതുണ്ട്. എന്നാൽ 1500 റുപ്യക്ക് എടുക്കാം. ഇത് എനിക്ക് വേണമെങ്കിൽ ഇനി ഇതിന് വേറെ തന്നെ പൈസ കൊടുക്കണം. ഞാന് 1000 റുപ്യ ഇതിന്റെ കൊടുക്കും. 500 ഇനി സ്വന്തമായിട്ട് കൊടുക്കാണ്. ഇതിൽ നിന്ന് പകുതി ഇനി തരികയും വേണം കേട്ടോ. അത് വലിയ പുതപ്പാ. അതായിക്കോട്ടെ. അപ്പോ നമുക്ക് ഉറപ്പിക്കാം അല്ലേ? വായിക്കും. ഇതാ 1500 റുപ്യ ഉണ്ട് കേട്ടോ. ഞങ്ങള് മൊത്തമായിട്ട് ഇങ്ങ് എടുത്തിക്കെന്നാല്. 1500 അല്ലേ? 1300 തന്നാ എനിക്ക് ഒക്കെയല്ല ചേച്ചിയെ. നടന്ന് ക്ഷീണം വന്നാൽ ഞാൻ നിങ്ങൾക്ക് എല്ലാം കൂടി അടയിച്ച് തരിക. എല്ലാം എടുത്തു വെച്ചോ. 1500 റുപ്യ ഇതെനിക്ക് ലാഭം അല്ലാണ്ടോ. എനിക്ക് ആകെ 250 റുപ്യ അല്ലേ മുടക്കുള്ളൂ. ഇതിനെന്താ 1500 വേണ്ടി വരൂ? നമ്മക്ക് ലാഭാ. ഇതിന് 1500 ഉണ്ട്. ഇതിന് ഓരോന്നിനും വേണം നല്ല പൈസ. 250, 300 റുപ്യൊക്കെ അല്ലേ നമ്മള് വാങ്ങലേ. നോക്കി നോക്ക്, നമുക്ക് ഒരു വീട്ടിലും പറ്റിക്കും. നമ്മൾ നോക്കിയില്ല. അതെന്ത് റുപ്യനാ? എന്താ ഇതിനൊക്കെ 300 റുപ്യ വേണം. നല്ല രസമുണ്ടല്ലേ ഇത്? ഓ അല്ല, ഇന്റെ വലിയ പുറപ്പിന് ഇഞ്ഞാണേ തോനെ പൈസ തരേണ്ടത്. അതായിക്കോട്ടെ. അപ്പോ അമ്മോ, അല്ല ശി നമ്മളെ പറ്റിച്ചോ? വേറെ നോക്കിയൊക്കെ കീറിയതുണ്ടോ? നമ്മളെ പറ്റിച്ചതാ തോന്നുന്നു. അതല്ലേ ഓര് ഇത്ര ഉഷാറാക്കിട്ട് പൈസ നമുക്ക് കുറച്ചത്. എല്ലാം നീളവും ഇല്ല. നമ്മൾ ഇതിങ്ങനെ നോക്കാണ്ട് എടുത്ത അങ്ങനെയാണ്. ഇതാ മോളോ, ഇതൊക്കെ കീറിയതാ. അമ്മോ, നമ്മള് പറ്റിക്കപ്പെട്ടല്ലേ. നമ്മൾ 1500 റുപ്യ കൊടുത്തത്. ഇത് നോക്കേടി എത്താത്ത. ഇതല്ല ഓരോരോ 50 റുപ്യ കടുമക്ക് പാഞ്ഞ് പിടിക്കുക. വല്ലാത്ത കഷ്ടായി പോയില്ലേ. എന്റെ മോളെ, നമ്മളെ പറ്റിച്ച് പോയതല്ലേ ഓല്. മൊത്തം 1500 റുപ്യ ഇങ്ങ് തന്നീന്ന് പറയാൻ നമ്മള് വേഗമായില്ല അങ്ങ് മയങ്ങിപ്പോയില്ലേ. നമുക്ക് എപ്പോഴും വരുന്ന കാര്യം അത്.
എന്തെങ്കിലും ഒന്ന് കിട്ടുക എന്ന് പറയുന്ന നോക്കൊന്നുമില്ലല്ലോ. നമ്മള് വേഗം അങ്ങ് ചാടി പിടിച്ച് പൈസയും കൊടുക്കും, അങ്ങ് വാങ്ങുകയും ചെയ്യും. അതാണ് നമ്മളെ പെണ്ണുങ്ങളെ പറ്റിക്കാൻ വേഗം കയ്യും.